സർ, H1B വിസ അതിന് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരക്ക് 80 ലക്ഷം മുതൽ 1 കോടി രൂപയുടെ അടുത്ത് വരെയാണെന്ന് അറിയാൻ സാധിക്കുന്നു. പലതരത്തിലുള്ള ആശങ്കകളും ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പല വിധത്തിലുള്ള വാർത്തകളും പോസ്റ്റുകളും ഒക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിക്കുന്നുണ്ട്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, വിനോദ് സാർ, യഥാർത്ഥത്തിൽ ഈ H1B വിസ കാറ്റഗറിയിൽ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിരക്ക് വർധന ഇത് ആരെയാണ് യഥാർത്ഥത്തിൽ ബാധിക്കാൻ പോകുന്നത്? നിലവിൽ അവിടെ താമസിക്കുന്നവരെയാണോ, പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരെയാണോ? ഒപ്പം ഇന്ത്യയെ ഇത് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും? ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ടെക്കികൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുമുണ്ട്. ഇവർ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? നീതു, ഇത് ചോദിക്കുകയാണെങ്കിൽ ഇതിന് ദൂരവ്യാപകമായ ഫലങ്ങളുള്ള ഒന്നാണ്. ആരെയാണ് ഏറ്റവും അധികം ഇപ്പോൾ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയില് ഇന്ത്യയിൽ നിന്നും ചൈന, ഇതിപ്പോ ഇന്ത്യക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ അല്ല ഈ US H1B വിസ എന്ന് പറയുന്നത്. അപ്പോ അമേരിക്കയിൽ ചെന്ന് ജോലി ചെയ്യുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇത് ബാധിക്കുക, അല്ലെങ്കിൽ അവരെ എംപ്ലോയ് ചെയ്യുന്ന കമ്പനികളെയാണ് ഇത് ബാധിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവിടെ പോകുന്നത് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ്, അല്ലെങ്കിൽ ടെക്കികളാണ്. ഡോക്ടർമാരെയും ബാധിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സയൻസിൻ്റെത്, അതായത് ഹൈലി സ്കിൽഡ് ആയിട്ട് ആ വിഭാഗത്തിൽ വരുന്ന ആളുകളെ അമേരിക്കയിൽ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല എവിടെ നിന്ന് എംപ്ലോയ് ചെയ്താലും അവരുടെ ഫീസ് ഒരു $1700 മുതൽ $4500 വരെയായിരുന്നു വിവിധ കാറ്റഗറി. അത് ഓരോരോ കാറ്റഗറി അനുസരിച്ചാണ് അവരുടെ ഇപ്പോഴത്തെ ഫീസ്. ഇതിനെയാണ് ഒറ്റയടിക്ക് $1 ലക്ഷം, അതായത് നമ്മുടെ ഇവിടുത്തെ ഏകദേശം 88 ലക്ഷം രൂപ അതിന്റെ പ്രൈമറി ഫീസ് മാത്രം വരും. ഇങ്ങനെയാണ് ഒരു ഞെട്ടിക്കുന്ന, ഒരു വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു വിവരം ട്രംപ് പുറത്തുവിടുന്നത്. ഈ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളും അപ്രതീക്ഷിതമാണെന്ന് പറഞ്ഞതുപോലെ ഇതും അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ വരികയുണ്ടായി. അപ്പൊ അതിനെ ബാധിക്കുന്നെന്ന് പറഞ്ഞാല് ആരാണ് ആ കാശ് കൊടുക്കുക? ഇപ്പൊ ഞാനാണ് ആ കമ്പനി, അമേരിക്കയിലെ കമ്പനി. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ ഇങ്ങനെ എംപ്ലോയ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ആമസോൺ ആണ്, ഏറ്റവും അധികം. അപ്പൊ ഈ ആമസോൺ കമ്പനിയാണ് ഈ $1 ലക്ഷം അമേരിക്കൻ സർക്കാരിന് ഫീസായിട്ട് നൽകേണ്ടത്. ഇത് ആളുകളെ മൊത്തത്തിൽ ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യം. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $1700 ഒക്കെ ആയിരുന്നു ഒരു ടെക് കമ്പനി ആവറേജ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നത്. 4500 എന്ന് പറയുന്നത് മറ്റു ചില പ്രൊഫഷനിലുള്ളവരാണ് അത്രയും വലിയ എമൗണ്ട് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു അമേരിക്കയിൽ പുറത്തു നിന്ന് ജോലി ചെയ്യുന്ന, ടെക് മേഖലയിൽ ജോലി ചെയ്യുന്ന 71%, അതായത് അവർ ഓരോ വർഷം ഇതിനൊരു കോട്ട വെച്ചിട്ടുണ്ട്. ഈ H1B വിസയ്ക്ക് ഒരു കോട്ട വെച്ചിട്ടുണ്ട്. ആ കോട്ടയിൽ ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ 71% പേരും ഇന്ത്യക്കാരെയാണ്. അപ്പൊ ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്താണോ ഇത് ചെയ്തത്? പിന്നെ ഉള്ളവർ വളരെയധികം പേരെന്ന് പറഞ്ഞാൽ ചൈനക്കാരാണ്. അപ്പൊ അത് ചൈനക്കാരെയാണോ ഇത് അറിയാം, അത് രണ്ടും കൂടെയാണോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും നമുക്കറിയാം, ട്രംപ് ഇന്ത്യക്കെതിരെ ധാരാളം പ്രതിരോധ മാർഗങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഞെട്ടിച്ച, നമ്മുടെ മറ്റ് പല സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ അവിടുത്തെ കമ്പനികൾക്ക് വേണ്ടി കൊടുക്കുന്ന ആളുകളുണ്ട്. 2, ഇന്ത്യയിൽ നിന്നുള്ള ടെക് കമ്പനികളുണ്ട്. അമേരിക്കക്കാർക്ക് വേണ്ടി ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന അവിടുത്തെ ബാങ്കുകളായിക്കോട്ടെ, വേറെ ടെക് കമ്പനികളായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ പല സാധനങ്ങളും നമ്മുടെ TCS, വിപ്രോ, അങ്ങനെ ധാരാളം HCL ടെക്, ഇങ്ങനെ ധാരാളം കമ്പനികളുണ്ട്. പെർസിസ്റ്റന്റ്, M5 എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമ്പനികളുണ്ട്. ഇവർക്ക് അവരുടെ ധാരാളം പരിപാടികൾ ഇന്ത്യയിൽ വച്ചാണ് നടത്തുന്നതെങ്കിലും ഈ ഡയറക്റ്റ് ആയിട്ട് കമ്പനിയുമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഓൺ സൈറ്റ് സപ്പോർട്ട് എന്നാണ് അതിന് പറയുക. അതായത് നമ്മൾ ധാരാളം കാര്യങ്ങൾ ഇന്ത്യയിൽ വെച്ച് ചെയ്യും, അതിനെ ഓഫ് സൈറ്റ് സപ്പോർട്ട് എന്ന് പറയും. അല്ലാതെ അവിടെ ചെന്ന് ചെയ്യേണ്ടി വരുന്ന, ഡയറക്റ്റ് ആയിട്ട് അവരെ ഡീൽ ചെയ്യുക, അവരെ മീറ്റ് ചെയ്യുക, അവരോട് സംസാരിക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കുക, അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് പോകേണ്ടി വരുമല്ലോ. അങ്ങനെ വേണ്ടി വരുന്നവർക്കാണ് ഈ ഫീസ്. അമേരിക്കയിൽ ചെന്ന് ജോലി ചെയ്യേണ്ടി. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവർക്കെല്ലാം വലിയ ബാധ്യത വരും. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ ഓരോ വർഷവും $1 ലക്ഷം കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് വലിയ പ്രശ്നമാകുമെന്ന് തിരിച്ചറിഞ്ഞ് അവർ 24 മണിക്കൂറിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കി.
ഇപ്പം ജോലി ചെയ്യുന്നവർക്ക് ആർക്കും ഇത് ബാധകമല്ല, ഇപ്പം വിസ കിട്ടിയിട്ടുള്ളവർക്ക് ബാധകമല്ല. പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു തവണ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അവർ അതിനെ മോഡിഫിക്കേഷൻ വരുത്തി. ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനല്ല. എനിവേ, എന്തായാലും ഇപ്പോഴത്തെ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു ടൈം ഇത് കൊടുക്കണമെന്നാണ്. പക്ഷെ എന്നാലും അതൊരു വലിയ ബാധ്യതയാണ് എന്നുള്ളതാണ് പച്ചയായ സത്യം. എന്നുവെച്ചാൽ $1700 കൊടുത്തോണ്ടിരുന്നിടത്താണ് $1,00,000 കൊടുക്കേണ്ടി വരിക. നമ്മുടെ ഇവിടുത്തെ ഏകദേശം 88 ലക്ഷം രൂപ. അപ്പൊ അതൊരു വലിയ, അവിടുത്തെ കമ്പനികൾക്ക് വലിയൊരു ബാധ്യതയാണ്. മാത്രമല്ല, അതുകൊണ്ട് പെട്ടെന്ന് എന്താ സംഭവിക്കുക, പുതിയതായിട്ട് ഇനി അമേരിക്കയിൽ പോയി ജോലി ചെയ്യാം എന്ന് വിചാരിക്കുന്ന ടെക്കികളുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അവരെയാണ് ഇത് ബാധിക്കുക. അപ്പൊ അവർക്ക് പുതുതായിട്ട് ഇനിയിപ്പോ അവര് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോലിക്കാർക്ക് ഇത്രയും വലിയ എമൗണ്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അതായത് നമ്മൾ അവിടെ നിന്ന് എന്തിനാണ് ഇന്ത്യക്കാരെ അവരെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചീപ്പ് ലേബർ, അതായത് സാധാരണ കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാർ പലപ്പോഴും അവരുടെ ഹയർ എൻഡ് കാര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ളതാണ് പരമാർത്ഥം. മെജോറിറ്റി ഇന്ത്യക്കാരും അവരുടെ ഈ ലോ ലെവൽ ടെക് കാര്യങ്ങളാണ് അവരെ സപ്പോർട്ട് ചെയ്യുക ഈ സംവിധാനം വഴി. അപ്പൊ അത്തരക്കാരെ അമേരിക്കയിൽ നിന്ന് അവര് ജോലിക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ കാശ് കൊടുക്കേണ്ടി വരും എന്നുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കാരെ അവരെടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാല് അവിടുന്ന് ആളുകളെ എടുക്കുന്നതാണ്, അവർക്ക് അവിടെ ആളെ കിട്ടുമെങ്കിൽ കുറച്ചും കൂടെ കാശ് കൂടുതൽ കൊടുത്താലും അമേരിക്കക്കാരെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ ലാഭകരം എന്ന് പറഞ്ഞ ഒരു സാഹചര്യം വരും. അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഈ 1,00,000 കൊടുത്ത് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് പുതിയതായി ജോലി കിട്ടാനുള്ള സാധ്യത കുറയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിന്റെ ആദ്യത്തെ പ്രതികരണം. സർ, ഇതുവഴി ഇന്ത്യയിലേക്ക് നിലവിൽ അവിടെയുള്ളവർ തിരിച്ചു വരേണ്ടതില്ല, പുതുതായി അപേക്ഷിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നമെന്ന് സാർ പറയുകയുണ്ടായി. അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുന്നതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആളുകൾ ഉണ്ടായിരിക്കും. ഒരു വലിയ പ്രതീക്ഷയാണ് അമേരിക്ക പോലെ ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളതിന്. അതിനു വേണ്ടി പഠിച്ച് സമയം മെനക്കെട്ട് പണം ചിലവാക്കിയിരിക്കുന്നവരാണ്. അപ്പോൾ ഈ H-1B വിസ കാറ്റഗറിയിൽ പോകാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ നിലവിൽ അവർക്ക് ഇതിൽ മറ്റെന്തെങ്കിലും ഒരു പരിഹാര മാർഗമോ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത് ഇവർക്ക്, അതായത് ഇവിടെ നിന്ന് ഇന്ത്യയിൽ ജോലി ചെയ്യാതെ, കമ്പ്യൂട്ടർ പഠിച്ച് ഇന്ത്യയിൽ ജോലി ചെയ്യാതെ അമേരിക്കയിൽ പോയി കൂടുതൽ കാശുണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു അടി താൽക്കാലികമായി ഉണ്ടാകും. പക്ഷെ ഇന്ത്യക്ക് ഇത് വലിയ ഗുണമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ എപ്പോഴും പണ്ട് തുടങ്ങി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ നിന്നുണ്ടാകുന്ന ബ്രെയിൻ ഡ്രെയിൻ. അതായത് ഇവിടെ പഠിച്ച നമ്മുടെ IIM പഠിച്ചവര്, നമ്മുടെ IIA ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പഠിച്ചത്, IIT പഠിച്ചവര്, ഡോക്ടർമാരൊക്കെ അമേരിക്കയിലേക്ക് വേണ്ടി ജോലി തേടിപ്പോയി നമ്മുടെ ഏറ്റവും ടോപ്പ് ബ്രെയിൻസ് ഇന്ത്യയെ ഉപേക്ഷിച്ച് അമേരിക്കയിൽ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിനെതിരെ സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം അവർ കൊടുക്കുന്ന വലിയ ശമ്പളമാണ്. പക്ഷെ ഇന്നിപ്പോ അത് അപ്രാപ്യമായി മാറുമ്പോൾ ഇവർ ഇന്ത്യയിൽ തന്നെ തൊഴിൽ കണ്ടെത്തുകയും ഇന്ത്യയിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളത് ഇന്ത്യക്ക് വലിയൊരു നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ മോദിജിയുടെ ഒരു പ്രോഗ്രാം വലിയ കാര്യമായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക, ഈ അമേരിക്കയിൽ പോയി ചെറിയ ചെറിയ ജോലികൾ ചെയ്യാതെ ഇന്ത്യയിൽ IIT പഠിച്ചിറങ്ങിയ ബുദ്ധിയുള്ളവര് ഇവിടെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ചെയ്യും. ഇപ്പം നമുക്കറിയാം ഡ്രോണിന്റെ കാര്യത്തിലായാലും ശരി, മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ ആയിട്ട് ധാരാളം IIT എന്നുള്ളവർ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അടുത്ത ലെവല്, അതായത് ഇവരെന്താ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ക്ലയന്റിന്റെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പണി. ഈ നമ്മുടെ മെജോറിറ്റി ഇന്ത്യക്കാരുടെ മെയിൻ പരിപാടി ഒരു ലോവർ ലെവൽ സപ്പോർട്ടാണ്. അതിൽ നിന്ന് മാറി അടുത്ത ലെവലിലോട്ട് പഠിച്ച് ഇന്ത്യയിൽ തന്നെ ശക്തമായ വ്യവസായങ്ങൾ, ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും ഒന്ന്, അല്ലെങ്കിൽ അവർ ശരിക്കും ഹയർ എൻഡ് ലെവലിലോട്ട് പഠിച്ചതിന് ശേഷം ഇവരെ എടുക്കേണ്ടി വരുന്നത്, ഉയർന്ന തുക കൊടുത്ത് ഇവരെ എടുക്കേണ്ടി വരുന്നത് അത്യാവശ്യമായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം, നമ്മുടെ ആളുകൾ സൃഷ്ടിക്കണം. ഒന്ന്. രണ്ട്, അടുത്തൊരു വലിയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ തന്നെ കമ്പനികൾ സെറ്റപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, അമേരിക്കയിൽ കമ്പനികൾ ലാഭകരമല്ലാതെ പ്രവർത്തിക്കുകയും അവർക്ക് ഇന്ത്യയിൽ വന്ന് കമ്പനികൾ സെറ്റപ്പ് ചെയ്ത് ഇന്ത്യക്കാരെ എടുത്ത് ഇവിടെ തന്നെ ജോലി ചെയ്യിപ്പിച്ച്
കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യയിൽ വെച്ച് ചെയ്യിക്കുന്നത് അവർക്ക് കൂടുതൽ ലാഭകരമായി മാറും. ഇത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. അപ്പൊ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് സിസ്റ്റം, അപ്പൊ നമ്മൾ അതിനു വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും, ക്ലൗഡിന്റെ കാര്യത്തിലായാലും ശരി, ഈ ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലായാലും ശരി, ഡേറ്റ ഇന്റർനെറ്റിന്റെ സ്പീഡിന്റെ കാര്യത്തിലുമായാലും ശരി, നമ്മൾ ഈ സംവിധാനങ്ങൾ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യക്ക് ഒരു ലോങ് ടേമിൽ വലിയ ഗുണമായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും കരുതുന്നതും. പക്ഷെ അതിന് മാത്രമല്ല, ഇപ്പോൾ ഈ ജോലി ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില കമ്പനികൾ ഉണ്ടാവും, ചെറിയ ചില കമ്പനി. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയറിയാം, ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ടെക്നിക്കൽ കമ്പനികളുടെയൊക്കെ ഷെയറുകൾ ഒന്ന് താന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ തന്നെ അവര് പല പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞ സിസ്റ്റം, എംഫൈസ് എന്നൊക്കെ പറയുന്ന പല സിസ്റ്റം കമ്പനികളും ഞങ്ങളെ ഇത് ബാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും, വലുതായിട്ടൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും മാർക്കറ്റിൽ ഒരു പാനിക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു അനിശ്ചിതാവസ്ഥയാണ്. ഈ തുടക്കത്തിൽ കുറച്ച് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇത് ഇന്ത്യക്ക് ലോങ് ടേമിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. യെസ്, എന്തായാലും H1B വിസ കാറ്റഗറിയിലുള്ള വലിയൊരു ആശങ്കയാണ് വിനോദ് സാർ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ ഇത് കേൾക്കുന്ന പലർക്കും അത്തരം ആശങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം ഈ രീതിയിൽ ആരെയൊക്കെ ബാധിക്കും, ആർക്കൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക, ആരൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടി വരും എന്നൊക്കെ പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ H1B വിസ കാറ്റഗറിയിൽ അവിടെയുള്ളവരൊന്നും ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നതാണ് പുതുതായി അപേക്ഷിക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അവരാണ് ഇത്രയും വലിയൊരു തുക അടയ്ക്കേണ്ടി വരിക എന്നതാണ്. ഒപ്പം വിനോദ് സാർ പറഞ്ഞത് പ്രകാരം ഇന്ത്യയിൽ വലിയൊരു വാതായനങ്ങൾ അവർക്ക് മുന്നിൽ തുറന്നിടുകയാണ്. ഒപ്പം ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ ഉണ്ടാവും. അത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്താനും ഇതുവഴി നമ്മുടെ രാജ്യത്തിന് സാധിക്കും എന്ന് കരുതാം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.